നമ്മളിന്നൊരു വെറൈറ്റി പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതിനായിട്ട് പായസം തയ്യാറാക്കാനായിട്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 250 ml വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പശുവും പാലാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ 750 ml പാൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മാങ്ങ സ്ലൈസ് ചെയ്ത് ഈ ഒരു വലിയ പീസാക്കി എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന വലിപ്പത്തിൽ പിച്ചാത്തി കൊണ്ടൊന്ന് ലൈൻ ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ എടുക്കാവുന്നതാണ്. വലിയ സ്ലൈസായിട്ട് വേണമെങ്കിലും നമുക്കിതിൽ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇളക്കിയെടുത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇത് ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി പാത്രത്തിൻ്റെ ചുവട്ടിൽ പോയി പറ്റിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് തുടർന്നും ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കതൊന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്കത് ചേർത്ത് കൊടുത്താൽ മതി. അരി ഒന്ന് പാലും അരിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഒന്ന് തിളച്ച് നല്ല ഒന്ന് യോജിച്ച് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ അരി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് കലക്കിയിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ ഇത് അടിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയും വേണം. തുടർന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് നേരം, ഇല്ലെങ്കിൽ ഇത് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കസ്റ്റർഡ് പൗഡർ വീഴുന്നത് കട്ട കെട്ടാനുള്ള ചാൻസ് വരും. അതുകൊണ്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പായസം ഇപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായി വരും. അപ്പോൾ നന്നായിട്ട് കണ്ടിന്യൂസ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഡ്രൈ ഗ്രേപ്സ് ആണ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പൊടിയായി കട്ട് ചെയ്ത നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ടീസ്പൂൺ ബദാം സ്ലൈസ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം. പിസ്തയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചിരോഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചിരോഞ്ചി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിരോഞ്ചി ഒരു ചെറിയൊരു പയർ പോലെ ഇരിക്കുന്ന ഒരു നട്ടാണ്. ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം. സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വരണം. റൂം ടെമ്പറേച്ചർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ ആയി വരട്ടെ. നമുക്ക് അതിന് ശേഷം നമുക്ക് അതിനകത്ത് മാംഗോ പ്യൂരിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം റൂം ടെമ്പറേച്ചർ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാംഗോ പൾപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ പായസത്തിലെല്ലാം മാംഗോയുടെ ഫ്ലേവർ നന്നായിട്ട് വരട്ടെ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിയായി അരിഞ്ഞു വെച്ചിരുന്ന മാംഗോയുടെ സ്ലൈസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പായസം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി സ്ലൈസ് ചെയ്ത ബദാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബദാമോ പിസ്തയോ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്
ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പായസം ഈസി ആയിട്ട് 10 മിനിറ്റ് പോലും വേണ്ട, എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാം. തയ്യാറാക്കി നോക്കൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വിഷു കൂടി നേരുകയാണ്.